റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ സർ? റൂറൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ 1980 രജിസ്റ്റർ ചെയ്ത ഒരു NGO ആണ്. വിവിധ മേഖലകളിലുള്ള പ്രവർത്തന പരിപാടികളുണ്ട്. ഇത് കപ്പാടിൻ്റെ കുടിവെള്ള വിതരണ മഴവെള്ള സംഭരണ കേന്ദ്രം രാമപുരം പഞ്ചായത്തിൽ നടപ്പാക്കിയിരുന്നു. അതുപോലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ 105 പേര് താമസിക്കുന്ന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, യൂത്ത് സെൻറ്റർ, നെഹ്റു യുവകേന്ദ്രയുടെ ബ്ലോക്ക് തല പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിരുന്നു റൂറൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ സാമൂഹ്യ സേവന പരിപാടികൾ നടത്തി വരികയാണ്. അതുപോലെ കേരള സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകൾ, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾക്ക് നേതൃത്വം നൽകി വരികയാണ്. ഔദ്യോഗിക ജീവിതം ഞാൻ 13ാമത്തെ വയസ്സിൽ യൂത്ത് കോൺഗ്രസിൻ്റെ രാമപുരം മണ്ഡലം പ്രസിഡന്റായി. അന്ന് ശ്രീ AK ആന്റണി ആയിരുന്നു കേരള പ്രദേശ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. തുടർന്ന് ഫസ്റ്റ് ഡിഗ്രി വിദ്യാഭ്യാസ കാലത്ത് KSUവിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റായി. അന്ന് ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു KSUവിൻ്റെ പ്രസിഡന്റ്. അതിനുശേഷം ദീർഘകാലം KSUവിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അംഗം, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ ഇൻചാർജ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് അന്നത്തെ SFIയുടെ പ്രസിഡന്റ് ശ്രീ G. സുധാകരനെ പരാജയപ്പെടുത്തി കോളേജ് യൂണിയൻ ചെയർമാനാകാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അന്ന് ശ്രീ PM ജേക്കബ്, ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണൻ, ശ്രീ നാരദ് സൂഫി, ശ്രീ നീലലോകിദാസ് നാട എന്നിവർ എൻ്റെ സീനിയർ വിദ്യാർത്ഥികളായി പഠിച്ചിട്ടുണ്ട്. ശ്രീ P. തോമസ് അടക്കം. ഞാൻ കേരള സർവകലാശാല അക്കാഡമിക് കൗൺസിൽ മെമ്പറായിരുന്നു. തുടർന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാനന്ന് ശ്രീ G. കാർത്തികനെ പരാജയപ്പെടുത്തിയാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ കാലത്ത് സ്റ്റുഡൻറ് സർവീസ് കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിൽ കേരള സർവകലാശാല യൂണിയൻ്റെ ചെയർമാൻ്റെ ചുമതലകളും വഹിച്ചിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ദീർഘകാലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 1985 മുതൽ അന്നത്തെ DC പ്രസിഡന്റ് ശ്രീ പാലാക്കൈമാറ്റിൽ ഇടുക്കി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല വഹിച്ചു. കഴിഞ്ഞ 46 വർഷമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അംഗമാണ്. അതിനിടയ്ക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതി അംഗമായി പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായി. MG സർവകലാശാല സെനറ്റ് അംഗമായി. കേരള യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ അംഗമായി. ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തന പരിധിയുള്ള ഈ NGO കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധജല തടാകമായ വേമ്പനാട് കായലിൻ്റെ വികസനത്തിനും
അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട്. വേമ്പനാട് കായൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഒരു കാലഘട്ടത്തിൽ സർവേ നടത്തിയ സ്ഥാപനങ്ങൾ താജ്മഹാലിൻ്റെ മുകളിലാണ് വേമ്പനാട് കായലിൻ്റെ സ്ഥിതി എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ വേമ്പനാട് കായൽ നാശത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വേമ്പനാട് കായൽ ഹോളണ്ടിന് സമാനമായ സവിശേഷതകളുള്ള ഒരു പ്രദേശത്തെ ചുറ്റിപ്പറ്റിയാണ് കിടക്കുന്നത്. സമുദ്ര ലെവലിനേക്കാളും താഴെ ഉള്ള ഭൂപ്രദേശങ്ങളും മനോഹരമായ കായൽ ജലവും ഇതിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ കുട്ടനാട്, അപ്പർ കുട്ടനാട്, ആ പ്രദേശങ്ങളെല്ലാം തലോടി കിടക്കുന്ന ഒരു മനോഹരമായ കായലായിരുന്നു. പഴയ കായൽ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ട് വേമ്പനാട് കായൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായ കാര്യം ഇവിടെ വളർന്നു വരുന്ന കുളവാഴയാണ്. അതുമായി ബന്ധപ്പെട്ട പായലും വേമ്പനാട് കായലിൻ്റെ മുഴുവൻ സൗന്ദര്യവും കാർന്നു തിന്നിരിക്കുകയാണ്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടം നമുക്ക് നടന്നു പോകാമെന്ന് തോന്നത്തക്ക രീതിയിലുള്ള പായൽ കൂമ്പാരം കൊണ്ട് ഇത് നികന്നു കഴിയുകയാണ്. ഇത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. അതുപോലെ ഇതിൻ്റെ രണ്ട് തീരങ്ങളിലുമുള്ള വീടുകൾ, ഹോട്ടലുകൾ, കായലിലോടുന്ന ഹൗസ് ബോട്ടുകൾ, ഇതിൽ നിന്നെല്ലാമുള്ള മാലിന്യം വേമ്പനാട് കായൽ ആരോഗ്യപരമായി വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കായൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കായലിന് സമീപ പ്രദേശങ്ങളിൽ, ആ ചതുപ്പ് പ്രദേശങ്ങളിലെല്ലാം പൂഴിമണ്ണ് കൊണ്ട് നിറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് മാഫിയായും ഭൂമി മാഫിയായും ചേർന്ന് നടത്തുന്ന ആയിരക്കണക്കിന് ലോഡ് മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് നികത്തുന്ന വഴി മഴയോടെ അതിൽ ഒരു നല്ല ശതമാനം കായൽ പതിക്കുകയാണ്. അങ്ങനെ കായൽ നികന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മുമ്പോട്ട് പോയാൽ ഒരു 10 വർഷത്തിനകം ഈ കായലിലൂടെ നടന്നു പോകാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. 100 കണക്കിന് വൈവിധ്യമാർന്ന മത്സ്യങ്ങൾ ഈ കായലിലുണ്ടായിരുന്നു. ഈ കായലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുമരകത്തെ കരിമീൻ എന്ന് പറയുന്നത് വിശ്വവിഖ്യാതമായ ഒന്നാണ്. ഇന്ന് കരിമീനിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അതിൻ്റെ ഉൽപ്പാദനം ഈ കായലിലെ സാഹചര്യങ്ങൾ കൊണ്ട് വളരെ ചുരുങ്ങിക്കഴിഞ്ഞു. അതുപോലെ 1000-ലധികം ഇനം മത്സ്യങ്ങൾ ഈ കായലിലുണ്ടായിരുന്നു. ഇന്ന് അത് പലതും നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങളിലും മറ്റും നടന്ന് മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സമയമായാൽ ഈ കായലിൽ ഇറങ്ങാനോ മീൻ പിടിക്കുവാനോ യാതൊന്നും സാധിക്കില്ല. അതുപോലെ പായൽ മൂടുന്നതുകൊണ്ട് മത്സ്യസമ്പത്ത് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, കുട്ടനാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പാക്കേജ് നടപ്പാക്കിയത് ജലശേഷനായ സ്വാമിനാഥൻ ആണ്. അദ്ദേഹം തണ്ണീർമുക്കം മുതൽ തോട്ടപ്പള്ളി വരെയുള്ള പ്രദേശത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കാലാകാലങ്ങൾ മാറി വരുന്ന സർക്കാരുകൾക്ക് അതിന് വേണ്ട രീതിയിലുള്ള ഒരു പരിണാമം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. തണ്ണീർമുഖത്ത് കുറേ മണ്ണിട്ടും ഷട്ടറിട്ടും കടലിൽ നിന്ന്
ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നുണ്ട്. അതിന് രണ്ട് വശമുണ്ട്. ഈ കടലിൽ നിന്ന് കയറുന്ന ഉപ്പുവെള്ളം തടയേണ്ടത് കുട്ടനാട്ടിലെ കൃഷിക്കാരുടെ ആവശ്യമാണ്. പക്ഷേ ആ ഉപ്പുവെള്ളം കയറിയാൽ മാത്രമേ കായൽ ശുദ്ധമാകുകയുള്ളൂ. ഈ വരുന്ന മാലിന്യങ്ങളും മറ്റും കടലിലേക്ക് തള്ളിപ്പോണമെന്നുണ്ടെങ്കിൽ ബണ്ട അടച്ചാൽ സാധ്യമല്ല. ആ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പ്രകൃതി നമുക്ക് തന്ന ഒരു വരദാനമാണ് ഈ കായൽ. അവിടെ ബണ്ടോ പാലമോ വേലിയോ അണയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മനുഷ്യൻ സംബന്ധിച്ച തണ്ണീർമുക്കം ബണ്ട് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ ഇതിൻ്റെ ഈ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ മേലാത്ത സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. വെള്ളത്തിൽ കാല് കുത്തിയാൽ കാല് ചൊറിയും, മുഖം കഴുകിയാൽ കണ്ണ് ചൊറിയും. അനുസ്യൂതം പോയിക്കൊണ്ടിരുന്ന ഒരു കായലിനെ നമ്മൾ എന്തിനിങ്ങനെ തടസ്സപ്പെടുത്തണം? കർഷകരെ രക്ഷിക്കാൻ വേണ്ടി ബണ്ടടയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് സർക്കാർ സജീവമായി ഇടപെടണം. ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ വിവിധ സർക്കാർ ഏജൻസികൾ, കോട്ടയം ആലപ്പുഴ ജില്ലാ കളക്ടർമാർ, ഇവരെല്ലാമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. പക്ഷെ ഗുരുതരമായ വീഴ്ചയാണ് ഇതിൻ്റെ ഈ മേൽനോട്ട സമിതിക്കുള്ളത്. രണ്ട് ഉത്തരവാദിത്തപ്പെട്ട കളക്ടർമാർ, ഇറിഗേഷൻ്റെ ഉന്നത എഞ്ചിനീയർമാർ. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഇതുവരെ സർക്കാരിന്, പ്രത്യേകിച്ച് കോട്ടയം ആലപ്പുഴ കളക്ടർമാർക്ക് കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും കർഷകർ എന്ന് വിത്തിറക്കണമെന്നും അത് എന്ന് കൊയ്യണമെന്നും ഉള്ളൊരു തീരുമാനം എടുക്കാനോ നടപ്പാക്കാനോ കഴിയുന്നില്ല. ഇവിടെ കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് കൃഷിക്കാർ കൃഷി ഇറങ്ങും. 1000 പേരും 10,000 സമയത്താണ് കൃഷി ചെയ്യുന്നത്. പലതരത്തിലുള്ള വിത്തുകളാണ് അവർ ഉപയോഗിക്കുന്നത്. സർക്കാരിൻ്റെ ഏജൻസികൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റണ്ടേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ഒരു മേൽനോട്ട സമിതി? അത് എന്ന് കൃഷി ഇറക്കണം എന്ന് തീരുമാനിക്കാൻ ആ സമിതിക്ക് കഴിയണം. ഏത് തരത്തിലുള്ള വിത്ത് വേണം എല്ലായിടത്തും ഉപയോഗിക്കാമെന്ന് ഈ സമിതി നിർദ്ദേശിക്കണം. അത് എന്ന് കൊയ്യണമെന്ന് തീരുമാനിക്കണം. ഒരു കർഷകൻ വരെ കൊയ്തിട്ടില്ലെങ്കിൽ കുട്ടനാട്ടിലെ കർഷകരുടെ നെൽപ്പാടങ്ങളിൽ ഉപ്പുവെള്ളം കയറുമെന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങളും ആഴ്ചകളും ഈ തണ്ണീർമുക്കം ബണ്ട് അടച്ചിടുന്നു. എന്തുമാത്രം ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് കാർഷിക കലണ്ടർ അടിയന്തരമായി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കാർഷിക കലണ്ടർ അത് എന്ന് വിത്ത് വിതയ്ക്കണം, എന്ന് കൊയ്യണം. ഏറ്റവും മൂപ്പ് കുറഞ്ഞ ഇനം നല്ല വിത്തുകൾ ഇവിടെ വിതയ്ക്കാൻ തീരുമാനിക്കണം. പക്ഷെ തീരുമാനിച്ചാൽ മാത്രം പോരാ, അതനുസരിച്ചുള്ള വിത്തുകളുടെ അവൈലബിലിറ്റി ഉണ്ടാകണം. ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമതുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുളവാഴ പായൽ സംവിധാനം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് 1500ഓളം ഹൗസ് ബോട്ടുകൾ ഓടുന്നുണ്ട്. നിരവധി മോട്ടോർ ബോട്ടുകൾ ഓടുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ വമിക്കുന്ന ഉച്ഛിഷ്ട സാധനങ്ങൾ, വേസ്റ്റ്, കക്കൂസ് മാലിന്യങ്ങൾ, ഇതെല്ലാം വേമ്പനാട്ട് കായലിലേക്കാണ് പോകുന്നത്. ബോട്ടുകളിൽ പ്രത്യേക സംവിധാനങ്ങൾ വേണം, ആ തരത്തിലുള്ള ടോയ്ലറ്റുകൾ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എത്ര ബോട്ടുകൾക്ക് ലൈസൻസ് ഉണ്ട്? ലൈസൻസ് എടുക്കുന്നവൻ മണ്ടനും എടുക്കാത്തവൻ ബുദ്ധിമാനുമാകുന്ന സ്ഥിതിവിശേഷമുള്ളത്. ഈ മാനദണ്ഡങ്ങൾ ലൈസൻസ് എടുക്കുന്നവർക്ക് മാത്രമേ ബാധകമാകുള്ളൂ. അല്ലാത്തവർ അനധികൃതമായ ഹൗസ് ബോട്ട് ഇവിടെ നിയന്ത്രിക്കണം. ഒരു ഹൗസ് ബോട്ടും എല്ലാ വിധത്തിലുള്ള പൊല്യൂഷൻ്റെയും സർക്കാരിൻ്റെയും തീരുമാനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമല്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല. ലൈസൻസ് ഉള്ള ആളുകൾ വേണം അത് നിയന്ത്രിക്കുവാൻ. അവിടെ ഒരു കാരണവശാലും ഒരു കടലാസ് തുണ്ട് പോലും ഈ കായലിൽ പതിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. പ്രത്യേകിച്ച് ഇതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്, കായലിൻ്റെ നിയന്ത്രണമുള്ള എഞ്ചിനീയർമാരുണ്ട്, ലോ ആൻഡ് ഓർഡറിൻ്റെ ഉത്തരവാദിത്വമുള്ള പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ സജീവമായി കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ
വിശ്വോത്തരമായ വേമ്പനാട് കായലിൻ്റെ അന്ത്യം എന്നെന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. ഈ കുളവാഴ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ചേട്ടാ? ഇതിങ്ങനെ പറഞ്ഞു കിടക്കുന്നതുകൊണ്ട് വന്നാൽ വെള്ളമൊന്നുമില്ല, പോരത്തില്ല. പിന്നെ മീൻ വളരുന്നില്ല. പിന്നെ ഓക്സിജൻ കിട്ടുന്നില്ല. ഇവിടെയുള്ള എല്ലാ തോടുകളും ഇതുപോലെ അടഞ്ഞു കിടക്കുക. അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ചതനുസരിച്ച് തണ്ണീർമുക്കത്ത് ബണ്ട് നിർമ്മാണം പൂർത്തിയായപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റായ തോട്ടപ്പള്ളി സ്പിൽവേ അത് യാഥാർത്ഥമായിട്ടില്ല. ഇന്ന് അവിടെ മണ്ണ് മാഫിയയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമായി തോട്ടപ്പള്ളി മാറിക്കഴിഞ്ഞു. ആ തോട്ടപ്പള്ളിയിൽ ആ പ്രോജക്റ്റിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ബാധ്യതയുണ്ട്. ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങളുടെ രക്ഷയ്ക്കും അതുപോലെ പരിസ്ഥിതി, ജനങ്ങളുടെ സുരക്ഷ, ഇതിനെല്ലാം ശ്രദ്ധിക്കേണ്ട ബാധ്യതയുള്ള സംവിധാനമാണ് സർക്കാരുകൾ. അതുകൊണ്ട് അടിയന്തരമായി തണ്ണീർമുക്കം മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ജലാശയങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കത്തക്ക രീതിയിലും അതിൻ്റെ പരിസമാപ്തിക്കായി തോട്ടപ്പള്ളി സ്പ്ലിറ്റ് വേ നടപ്പാക്കാനും കേരള ഗവൺമെൻറ് തയ്യാറാകേണ്ടതാണ്. കുളവാഴ ഇല്ലാതാക്കാൻ എന്തെങ്കിലും മാർഗമാണ്? എന്തോ കുളവാഴ ഈ പോള ഇല്ലാതാക്കാൻ എന്താ ചെയ്യാം? പോള ഇല്ലാതാക്കണമെങ്കിൽ സാറേ അത് എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കാര്യം അത് ജനങ്ങൾ തന്നെ ഇറങ്ങിത്തിരിക്കണം, അല്ലെങ്കിൽ സർക്കാർ തന്നെ ഇറങ്ങിത്തിരിക്കണം. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെങ്ങനെ വാരി മാറ്റാം? എന്താ ചെയ്യാം? വാരി മാറ്റിയല്ലോ, അത് വെട്ടിവിട്ടാൽ മതി. ചെത്തിവിട്ടാൽ മതി. ഇനി ഉയർത്തായിരുന്നു, 2 അടിയും കൂടെ ഉയർത്താം. പക്ഷെ അവര് അന്ന് കാര്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഷട്ടറുകൾ ഉയർത്തായിരുന്നു. ഇന്ന് അത് അവര് ആ സംവിധാനം മാറ്റിയിട്ട് ഇവർക്ക് എന്നും തൊഴിലിന് വേണ്ടി ഇവർ ഈ ഷട്ടറിന്റെ ഹാഫ് വെച്ച് മാത്രമേ പൊക്കുന്നുള്ളൂ. അപ്പൊ ഈ പായലുകൾ ഇങ്ങനെയുള്ളത് അടിഞ്ഞിട്ട് ഈ പ്രദേശം മൊത്തം നിറയുക. പിന്നെ ഇവര് ഒരു കോണ്ടാക്ട് എടുത്തിട്ട് കൊട്ടേഷൻ ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരു മാസം പോലും ആവുന്നില്ല. ഇവരുടെ റോപ്പ് കൂട്ടി പോകുന്നു, ഇവരുടെ 40 ഷട്ടർ താന്ന് കിടക്കുന്നു, അത് പൊങ്ങുന്നില്ല, എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ പറയാനേക്കൊണ്ടുള്ള കാര്യമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ ഇവരെന്താ ഇതുകൊണ്ട് നൂൽക്കമ്പി കൊണ്ടാണ് ഇവർ കെട്ടിവെക്കുന്നത്. ഈ സാധനം എല്ലാം വയർ റോപ്പിൽ ചെയ്യുന്ന സാധനമാണ്. പക്ഷെ അവർ മര്യാദയ്ക്ക് അത് ചെയ്യുന്നില്ല. എന്തിനാ ഈ ലൈറ്റ് പോലും ഇടുന്നത് ഇവിടുത്തെ സമൂഹത്തെ ജനങ്ങളാണ് ഇടുന്നത്, ചെറുപ്പക്കാരാണ് ഇടുന്നത്. ഇവിടുത്തെ ലൈറ്റ് പോലും ഇടുന്നത് രാവിലെ വൈകുന്നേരം ചെറുപ്പക്കാർ രാവിലെ അത് ഓഫ് ചെയ്യും. ഇവിടുത്തെ മത്സ്യബന്ധന ലോബികളുടെ പൈസ വാങ്ങിച്ചിട്ട് അവര് പറയുമ്പോൾ ഷട്ടർ താത്തു കൊടുക്കുക, അവര് പൊക്കുക. ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പുരാതനമായിട്ട് അവരുടെയൊക്കെ അപ്പനപ്പന്മാരുടെ കാലത്തുള്ള ജോലികളാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറുമ്പോൾ ഇവർ താത്തു കൊടുക്കാൻ പറഞ്ഞാൽ ഈ വലപ്പണിക്കാരുണ്ട് ഇവിടെ, അവർക്ക് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറുമ്പോഴാണ് മീൻ ധാരാളം കിട്ടുന്നത്. അതിൻ്റെ 3% ഈ തൊഴിലാളി ഇവർക്ക് കൊടുത്തിട്ട് വീതം കൊടുക്കുക, വീതം കൊടുത്തിട്ട് ഇവർ താക്കുക, പൊക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സാധാരണപ്പെട്ടവരെ നമുക്ക് ഇത് താഴ്ത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല. ഇതിലുള്ള വേസ്റ്റ് ഇങ്ങനെയുള്ള പോളെ പായലുകളെല്ലാം ഇവിടെ തിങ്ങി നിൽക്കത്തില്ല. ഇതെപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആക്കി ഇപ്പൊ തന്നെ ഇത് കണ്ട ഹാഫ് ഷട്ടറില്ല, ഇച്ചയുടെ പൊക്കെ ഈ പായലങ്ങ് ഒഴുകിപ്പോയി. പക്ഷെ ഇത് ഒഴുകുന്നില്ല, കാരണം അവർക്ക് അടുത്ത പണിക്കാം. അവർക്ക് അടുത്ത ഒരു പിന്നെ അതായത് ഇപ്പൊ ഒരു 10,000-50,000 മേടിച്ചിട്ട് ഇവര് കോൺട്രാക്ഷൻ എടുത്തിട്ട് പിന്നെ പൊക്കിയതങ്ങ് തളയും. അപ്പൊ ആ പൈസയെല്ലാം അവിടെ അത് ചെയ്യുന്നില്ല. പക്ഷെ അവർക്കത് എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇവർ ചെയ്യുക. ഇതൊന്നും ഇങ്ങനെ നിൽക്കേണ്ട കാര്യങ്ങളില്ല. ഈ ഷട്ടർ പൊക്കി വെച്ചാൽ അതങ്ങ് ഒഴുകി പോകാനേ ഉള്ളൂ. പക്ഷെ ഇവർക്ക് അടുത്ത ഒരു വർക്കിന് വേണ്ടിയാണ്. പിന്നെ ഈ ഷട്ടറിന്റെ സൈഡിലുള്ള ഈ പോള പായൽ പിടിക്കുന്നുണ്ട്, മഴവെള്ളം താഴോട്ട് പോകുന്നില്ല. ആ വെള്ളം പാലത്തെ കെട്ടി നിൽക്കുക.
അതിൻ്റെ ഹോളൊക്കെ വൃത്തിയാക്കി ആ മണ്ണും ഈ പായലൊക്കെ പറിച്ച് കളയാൻ അവർക്ക് ഒത്തിരി ജോലിക്കാരുള്ളതാണ്, ബംഗാളി പയ്യന്മാരുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അവർ ചെയ്യുന്നില്ല. അവർ ഒന്നിച്ച് ഇങ്ങനെ എല്ലാം കാണിച്ചൊരു കൊട്ടേഷൻ നല്ലൊരു തുക മേടിച്ചിട്ട് എന്തെങ്കിലും തുച്ഛമായ പൈസ കൊടുത്തിട്ട് അവരെ ഇവിടെ അങ്ങോട്ട് കയറുന്ന വഴിക്ക് തന്നെ ഇത് കണ്ട കാട് പിടിച്ച് പുല്ലും പിടിച്ച് കിടക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ ഇതായിട്ട് കിടക്കുന്നത്. ഇവിടുത്തെ പാലത്തിലെ പണിക്കാരും ജോലിക്കാരും തന്നെയാണ്. ഇദ്ദേഹം എന്ന് പറയാൻ മോഹൻലാലിൻ്റെ മോഹൻലാലുമായിട്ടൊക്കെ എല്ലാം ഒരു കമ്മ്യൂണിക്കേഷനുള്ള ആളാണ്. ഇപ്പോൾ ആൻ്റണി വരുമ്പോൾ അവരൊക്കെ താങ്കളുടെ വീട്ടിൽ വരും, അതെല്ലാം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പേര് വേണുലാൽ. ഇവിടുത്തെ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ മനസ്സിൽ? സാറേ, ഇത് കൃത്രിമം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ ആളുകൾ. പാലം കൊണ്ട് ഇതിൻ്റെ പണിക്കാരെ എല്ലാ അക്കരക്കാരും ആളുകൾ വലയിടുന്നത് എല്ലാ അക്കരക്കാരും അവരെന്ത് പറയുന്നു അതുപോലെ തന്നെ പാലത്തിൻ്റെ അവർ കുപ്പി മേടിച്ച് കൊടുക്കുക, അവർ സമയത്തിന് അടയ്ക്കുക, വെക്കുക, റിട്ടേൺ അവർക്ക് വേണ്ടിയിട്ട് മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് മാത്രം അവർ പറയുന്ന സമയത്ത് തുറക്കുകയും ചെയ്യുക. ഇതെല്ലാം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടിഞ്ഞു പോയിട്ട് സാറേ ഓരോ വീട്ടുകളിൽ ഞാൻ മതിലിട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന പിച്ചിങ് ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന പിച്ചിങ് ഒന്ന് സാറൊന്ന് നോക്കണം, ഒന്ന് നോക്കണം സാറൊന്ന്. കാര്യം മൊത്തം കാടിൽ പിടിച്ച് സജീവൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെയ്തുകൊണ്ട് സാർ അവിടെ വന്ന് നോക്കണം. പുള്ളിക്കാരൻ്റെ വീട് ഇടിഞ്ഞ് വീടാറായി. സാറേ, വെള്ളം ഭയങ്കര പവറിലാണ് കയറുന്നത്. ഞാൻ ഈ പവർ കുറയ്ക്കാൻ വേണ്ടി ഈ കടലിൽ പടിഞ്ഞാറിന് വെള്ളം അറിയുന്നില്ല. ഇവർ ഷട്ടറങ്ങ് അടയ്ക്കും, അല്ല തുറന്നു വെക്കും. അവർക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ അടച്ചു കൊടുക്കും. ഭയങ്കര പവറിലെ വെള്ളം കലൊഴിക്കണോ അന്നേരം മാടി എല്ലാം എടുത്തോണ്ട് പോകും. എന്നിട്ട് ഞാനിപ്പോൾ ചാക്കട്ടിട്ട് വെച്ചിരിക്കുവോ പോകാതിരിക്കാൻ വേണ്ടി. സാർ ഒരടിയും കൂടെ പൊക്കി ഈ പായലുകളെല്ലാം ഒഴുകി അപ്പുറത്ത് പോകും. ഇവര് ചെയ്യുന്നില്ല. കാരണം എന്താ, അവിടുത്തെ അടുത്ത വർക്കിന് അവർ അടുത്ത കൊട്ടേഷൻ എടുക്കാൻ വേണ്ടി ഇത് 50,000 ലക്ഷം കൂടെ മേടിച്ചിട്ട് ചുമ്മാ ഇവിടുത്തെ മുങ്ങുന്ന സ്ഥലമാണ് ഈ വേസ്റ്റ്. ഇത് ഒന്ന് പൊക്കി വെച്ചാൽ തീരാനുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അവരൊന്നും ചെയ്യത്തില്ല. അവര് മനഃപൂർവ്വം അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അവര് മനഃപൂർവ്വം അങ്ങനെ വെച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം അടച്ചു വെക്കുക. കാര്യം നമ്മൾ സാധാരണപ്പെട്ടവർ, ഞാനിവിടുത്തെ കർഷകനല്ല, ഞാനിവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളി. ഞാനിവിടെ വീശാൻ രാത്രി വരുമ്പോഴത്തേക്കുണ്ട്, ഇവിടെ വരുമ്പോഴത്തേക്കും ഇവർ ഷട്ടർ താത്ത് വെക്കും, പൊക്കി വെക്കുക. അപ്പം നമുക്ക് നമ്മുടെ ചെറിയ വലയിട്ട് നമ്മൾ വീശാൻ നമുക്ക് എന്ത് കിട്ടും? ഇവരുടെ സിമ്പത്തികളെല്ലാവരും കൂടെ വരുമ്പോഴത്തേക്കും ഇവർ ഷട്ടർ താത്തി കൊടുക്കും. ഇവിടെ പഴയപോലെ മീനില്ലെന്നാണല്ലോ പറയുന്നത്. ഇഷ്ടം പോലെ മീനുണ്ട് സാർ, ഇഷ്ടം പോലെ മീനെന്ന് പറഞ്ഞാൽ ചവറ് കണക്ക് മീൻ കിടപ്പുണ്ട്. 5,000-10,000 രൂപയുടെ മീൻ വരാണ് രാവിലെ ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഹാർബറിൽ കൊണ്ടുപോകുന്നത് കൊടുക്കുന്നത്, നമ്മുടെ തോട്ടപ്പള്ളി ഹാർബർ. ഏതൊക്കെ മീനാണ് ഉള്ളത്? പ്രാച്ചിൽ, കരിമീൻ, കോര, അങ്ങനെയുള്ള ഒരുപാട് മീനുകൾ ഇവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവർ കൊണ്ട് കൊടുക്കുക. 5,000 രൂപയുടെ 10,000 രൂപയുടെ മീൻ, 2 പേർക്ക് 10,000 രൂപയുടെ മീൻ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾക്ക് 5,000 രൂപയുടെ ഷെയർ കിട്ടിയില്ലേ? അപ്പം നമ്മൾ വലയെടുത്ത് എറിയുന്ന നമ്മൾ വെറും മണ്ടന്മാരും. വലയിടുന്നവർക്കൊന്നും കിട്ടിയല്ല, ഒന്നും കിട്ടുന്നില്ല. നമ്മൾക്കൊന്നും കിട്ടുന്നില്ല ഇവിടെ. അപ്പം നമ്മൾ മണ്ടന്മാരും അവരെല്ലാം വലിയ ആൾക്കാരുമായില്ലേ? അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ കാശ് കൊടുക്കുന്നത് നമ്മുടെ കാശില്ല കൊടുക്കാൻ. നെൽകൃഷി മൊത്തത്തിൽ കഷ്ടത്തിൽ കിടക്കുവാണ്. അതുങ്ങളെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ കിടക്കുന്നവരുടെ ഇവിടെ ഒരു ഇത് കയറുന്നില്ല. ഉപ്പുവെള്ളം അങ്ങോട്ട് കയറിയിട്ട് അവരുടെ ആ കൃഷി മുഴുവൻ അതുങ്ങൾ നശിച്ചും പോകുന്നു. അതിനും സർക്കാർ ആരും ഏറ്റെടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ പായൽ ഈ ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ട് ഒരുപാട് സ്ഥലം തരിച്ചിട്ടിട്ടുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ സ്ഥലം. എത്ര ഹെക്ടർ കാണും? ഇഷ്ടംപോലെ ഏക്കർ കണക്ക് സ്ഥലം അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പാവത്തുങ്ങളുടെ ഏക്കർ കണക്ക് സ്ഥലം അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഒരാളെ തന്നെയല്ല പറയുന്നത്, എല്ലാവരെയും. ആർക്കും അറിയത്തില്ലാഞ്ഞിട്ടാണോ അല്ല മനഃപൂർവ്വം? എല്ലാവർക്കും അറിയാം, പക്ഷേ ഇവരാരും ചെയ്യുന്നില്ല. ഈ ഷട്ടർ സാറേ, ഇതിന് മുമ്പ് എന്ന് പറഞ്ഞാണല്ലോ, ഈ ഷട്ടർ എന്ന് പറഞ്ഞാണല്ലോ, ആ നീലപ്പെട്ടിയില്ലേ, ആ നീലപ്പെട്ടിയുടെ മേളിൽ പൊങ്ങിയുന്ന ഷട്ടറാണ് ഇതെല്ലാം. പക്ഷേ ആ ഷട്ടർ ഇപ്പം പൊങ്ങുന്നില്ല അത്രേ. എന്താ അത് പൊങ്ങാതെന്ന് പറഞ്ഞാൽ ഇവർ പൊക്കുന്നില്ല, മനഃപൂർവ്വം അവർ പൊക്കുന്നില്ല. പിന്നെ അവരുടെ സിപ്പന്തികൾക്ക് വേണ്ടിയിട്ട് മാത്രം അവർ വെള്ളം അവിടുന്ന് കടലിൽ നിന്ന് ഇങ്ങോട്ട് ഏറ്റവും കൊള്ളുമ്പോഴത്തേക്ക് അവരെന്താ അറിയോ, അവർ താത്തു കൊടുക്കും. അവർക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ താത്തു കൊടുക്കും. കൈക്കൂലി വാങ്ങിയിട്ട് അവർ താത്തു കൊടുക്കുക. സാധാരണപ്പെട്ടവൻ വരുമ്പോഴത്തേക്കും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതെന്താണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ ഷട്ടറുകൾ മുഴുവൻ ഇവർ മാന്യമായിട്ട് പൊക്കി വെക്കുന്നില്ല. ഇവർ പൊക്കി വെക്കാത്തതിൻ്റെ മേൽ ഇവിടെ ഈ പായലും കാര്യങ്ങളും എല്ലാം വന്ന് തങ്ങി നിൽക്കുകയാണ്. ഇവരുടെ അനാസ്ഥയാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ 40 ഷട്ടറുള്ളടുത്ത് ഇവർ 30 ഷട്ടർ പോലും ഇവർ പൊക്കി വെക്കുന്നില്ല.
ഇവർക്ക് സമയാസമയത്ത് ഇവർക്ക് ഡ്യൂട്ടി പോലും ഇവർ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് പോലും ഇടുന്നത് ഇവിടുത്തെ സാധാരണ ചെറുപ്പക്കാരാണ് ഇവിടെ വന്ന് ഇത് ചെയ്ത് വെക്കുന്നത്. ഈ ലൈറ്റ് പോലും അറേഞ്ച് ചെയ്യാനായിക്കൊണ്ടുള്ള അവർക്ക് എന്തില്ല, മാസത്തിൽ ശമ്പളം മേടിക്കുന്ന ഇവർ വെറും ഇതായിട്ടാണ് അവർ നമ്മളോട് കാണിക്കുന്നത്. കാര്യം ലൈറ്റ് ഉള്ളതാണ് ഇതിനകത്ത്. ഈ 40 ഷട്ടറിനും 40 ലൈറ്റ് ഉള്ളതാണ് ഇതിനകത്ത്. ഈ ലൈറ്റ് പോലും അവർക്ക് ഇടാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവരെന്തിനാണ് പിന്നെ അവർ ഈ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്നത്? എന്തിനാണ് ഇവർ എന്താണ് സർക്കാരിൻ്റെ ശമ്പളമല്ല വാങ്ങുന്നവർ, കേന്ദ്ര സർക്കാരിൻ്റെ ശമ്പളമാണ് ഈ വാങ്ങുന്നത്. ഈ ശമ്പളം പോലും വാങ്ങുന്ന ഇവർക്ക് എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്? അപ്പോൾ സാധാരണപ്പെട്ടവർ ഞങ്ങൾ അത്താഴപ്പണിക്കാർ ഞങ്ങളിവിടെ വല എടുത്തുകൊണ്ട് ഇതിന് വീശാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ വല ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ലൈറ്റ് ഇട്ട് നമ്മൾ വീശുക. പൊതുജനങ്ങൾ എന്തുമാത്രം പോകുന്നുണ്ട് ഇവിടെ. ഈ നടപ്പാത ഇവിടെ കൊണ്ടുവന്ന കരുവാറ്റ ചന്ദ്ര സാറ്, ആ കരുവാറ്റ ചന്ദ്ര സാറ് ഇവിടെ എന്താണ് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം, ഈ നടപ്പാത എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കരുവാറ്റ ചന്ദ്ര സാറാണ്. കരുവാറ്റ ചന്ദ്ര സാറിനെ അറിയാത്തവർ ആരുമില്ല ഇവിടെ. സാറിനെ അറിയാൻ വയ്യാത്തവർ ഒരു മനുഷ്യനും പോലും ഇല്ല ഇവിടെ. പക്ഷേ ഇവരാരും ഇതൊന്നും ചെയ്യുന്നില്ല. അതെന്താണ് ഇവർ ചെയ്യാത്തത്? എന്താണ്? അപ്പോൾ ഇവർ ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രമായിക്കൊണ്ട് ഇവരിവിടെ നിൽക്കുന്നത്. സാർ ഉദയഫാനും വീട് സാർ അപ്പുറം. എന്നാ പണി? എൻ്റെ പേര് നമ്മൾ കടപ്പുറം ജോലി മീൻ പിടിക്കാൻ കൃഷി നെൽകൃഷി ഉണ്ടോ? ഇല്ല. പണിയാൻ പോവോ? ഇവിടെ വീശാനൊക്കെ പോകും. കരിമീൻ്റെയും കൊഞ്ചിൻ്റെയും ഒക്കെ പരിപാടിക്ക് രാത്രി തപ്പാനൊക്കെ പോകും. മരത്തിനടി ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊഞ്ചൊന്നും ഇല്ലായിരുന്നു. കാര്യം സർക്കാർ കൊഞ്ചിനൊന്നും വിട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ സർക്കാർ വിടുന്ന മീനേ ഉള്ളൂ, അല്ലാതെ എന്ന് പറയുമ്പോൾ പണ്ടത്തെ കിടക്കൊന്നും അല്ലല്ലോ. ഇപ്പം നീട്ടുകാരും കോരുകാരും ഭയങ്കര ശല്യം. ഈ കരിമീൻ കുഞ്ഞുങ്ങളൊന്നും വളരാൻ അവരും സമ്മതിക്കുന്നില്ല. കാര്യം കോരുകാർ ഭയങ്കര ശല്യം. കാര്യം 2 മുട്ടക്കരിമീനും കോരിക്കൊണ്ട് പോകല്ലേ, പല കുഞ്ഞുങ്ങളുടെ വംശം നശിച്ചു. അപ്പം അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നെടുമുടി ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ ഭയങ്കര വിഷയം. അപ്പോൾ അവരിപ്പോൾ ഉടനെ അവിടെ നിന്ന് പ്ലാൻ മാറ്റി ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ തന്നെ. അപ്പം എവിടെ കിടന്നാലും ഇതിൻ്റെ ഈ വംശാംശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് പോകും. കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. പിന്നെ ഈ കണ്ടവാനം വിഷമല്ലേ? പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ഈ അണ്ടയ്ക്കകത്ത് ഉള്ളതിനകത്തൊക്കെ മാത്രം വേറെ കോരി കിടക്കത്തില്ല. ഇങ്ങനെ കിടക്കുന്ന അതിനകത്തൊക്കെ പോരാൻ പറ്റത്തില്ല. അതുങ്ങളൊക്കെ മാത്രം പിരിഞ്ഞു. ബാക്കിയുള്ള എത്ര അടി പിന്നെ 3-4 ആള് വെള്ളമുള്ള സ്ഥലത്തൊക്കെ മാറി കോരിക്കൊണ്ട് പോകും. അത്ര പവറാണ് ടോർച്ചിന്. കരിമീൻ എപ്പോഴും ഉറങ്ങിയായിരിക്കും. നിന്നവർ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഏത് കടലിൽ ഏറ്റവും കൊള്ളും, ഷട്ടർ കാക്കും, കടലിൽ ഇറക്കം കൊള്ളും, ഷട്ടർ ബുക്കും. അതേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു കഥയില്ല. ഇപ്പോൾ ഒരു ഗുണവും ഇല്ല. പായൽ കയറുന്നെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതൽ പായലുണ്ട്. അന്ന് ആദ്യമേ ആഫ്രിക്കൻ പായൽ എന്ന് പറഞ്ഞ സംഗതിയായിരുന്നു. ആ ആഫ്രിക്കൻ പായൽ പിന്നെ ഗവേഷണത്തിൽ നിന്ന് ഒരു പ്രത്യേക പാറ്റായി വന്ന് അത് മുഴുവൻ തീർന്നു പോയി. അന്നേരമാണ് ഈ പോള വരുന്നത്. പോള വന്ന് പിടിച്ച് ഇപ്പം വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് പോളയുടെ ശല്യമാണ്. അതാണ് വരുന്നത്. പോള കൂടാതെ പിന്നെ ഇപ്പോൾ ഈ പോള പിടിച്ച് കഴിഞ്ഞാൽ പുല്ലും പിടിക്കും. അതാണ് ഈ പിന്നെ പോയി ഇത് പിടിച്ച് പിന്നെ ചിറ പോലെ ആയിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത് ഇപ്പം ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പറഞ്ഞാൽ കായലിന് താഴെ ചേറ് പൊങ്ങിപ്പോയി, ചില മണ്ണും പൊങ്ങിപ്പോയി. ഇപ്പോൾ കിഴക്കുന്നൊക്കെ വെള്ളം ഒഴുകി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെള്ളം ഒഴുകി പോകുന്നില്ല. പെട്ടെന്ന് പൊങ്ങി വരുവാണ് വെള്ളം. മേലോട്ട് പൊങ്ങുന്നതാണല്ല, താഴ്ന്ന് ഒഴുകി പോകാനുള്ള ഒഴുകി നിലച്ച് പോയി തടസ്സപ്പെട്ടു പോയിരിക്കുകയാണ്. അതാണ് ഈ വെള്ളം കിഴക്കത്തരം പെട്ടെന്ന് പൊങ്ങുന്നത്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. പാടശേഖരങ്ങളിലെല്ലാം മഴ വീഴുകയും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന മെയിൻ കാര്യം അതാണ്. അവർ ആറുകൾ മാത്രം താത്തിട്ട് കാര്യമില്ല. ആറുകൾ താത്തിൽ കായൽ വന്ന കഴിഞ്ഞാൽ വെള്ളം പോകുള്ളൂ. കായൽ പൊങ്ങി കിടക്കുകയാണ്. കായൽ മുഴുവൻ ചിറയായിപ്പോയി. അവിടെയൊക്കെ ഇപ്പോൾ ചീപ്പങ്കൽ പ്രദേശത്തൊക്കെ മുഴുവൻ ചിറയായിപ്പോയി. കാര്യം മുഴുവനും നമുക്കറിയാം ചിറയായിപ്പോയി. ഇപ്പോൾ അവിടെയൊക്കെ ഞാൻ നടന്നു പോകാം നമുക്ക്. എങ്ങനെ വെള്ളം പറ്റാതെ തന്നെ പുല്ല് പിടിച്ച് മുകളിൽ ചെറിയായി നടക്കാം. ആ കണ്ടീഷനിലായിപ്പോയി. അതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ തന്നെ ഒരുപാട് കോസ്റ്റ്ലിയാണ്. സർക്കാർ വിചാരിച്ചാൽ അല്ലാതെ വ്യക്തികളൊക്കെ നടക്കുന്ന കാര്യങ്ങൾ സർക്കാർ തന്നെ ചെയ്യേണ്ട കാര്യം വലിയ നടക്കുള്ളൂ. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇത് നടക്കണമെങ്കിൽ ഒരുപാട് വികസനങ്ങളാണ് കുമരകത്തിനുള്ളത്. കുമരകത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ. എന്ത് ചെയ്താലും കുമരകത്തിൻ്റെ ഒരു ഭാഗമാണ് ഏത് ചെയ്താലും വികസനം വരുന്നത്. 5 മാസത്തേക്ക് യാത്ര ഇല്ല, 5 4 മാസം 4 മാസത്തേക്ക് ഒരിട്ടും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അത് ബോട്ടുകാർ ഏറ്റവും പ്രശ്നം വരുന്നത് ബോട്ട് ഈ ടൂറിസത്തിനാണ്. ടൂറിസം പിന്നെ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികളും കക്കാത്തൊഴിലാളികളും അവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. 3 മാസം 4 മാസം കക്കാത്തൊഴിലാളി ഇവർ പട്ടിണി തന്നെയാണ്. ജോലി ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം ഉപയോഗിക്കുന്നവർക്കുണ്ട്. അവർക്കൊന്ന് കായലിൽ ഇറങ്ങാനും പറ്റില്ല. ഇത് ദുഷിച്ച് ചീഞ്ഞ് ഭയങ്കര സ്മെല്ലായി
ആകെപ്പാടെ തൊടാൻ പാടാത്ത അവസ്ഥയാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ കാര്യങ്ങൾ വരുന്നത്. തണ്ണീർമുക്കം ബണ്ടിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സാർ. ഇതാണ് പ്രശസ്തമായ തണ്ണീർമുക്കം ബണ്ട്. എത്ര മാസത്തേക്ക് അടച്ചിടും? ഇത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസം എന്നാണ് പറയുന്നത്. പക്ഷെ ഇൻ എഫക്റ്റ് 5 മാസം അടയ്ക്കും. ആ സമയത്താണ് ഈ വാട്ടർ ഹൈസിൻ്റെ വന്ന് ബ്ലോക്ക് ആകുന്നത്. അതെ, ആ സമയത്ത് ഇവിടെ ബ്ലോക്കാവും. കുട്ടനാട് മൊത്തം ബ്ലോക്കാവും. ബ്ലോക്കാവും. നമ്മുടെ സംഘടന ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എന്തെല്ലാം പ്രവർത്തന പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്? നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, RDC, IRDS എന്ന 2 NGOകൾ ചേർന്ന് ഈ കായലിലെ ഈ പായൽ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള വിവിധ പ്രോജക്റ്റുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ കായലിൽ കൂടെ സ്മൂത്തായി ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ഒക്കെ പോകുന്നതിനുള്ളൊരു വാട്ടർ വേ ഉണ്ടാക്കുക. ഈ പായല് കട്ട് ചെയ്ത് നീക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതുപോലെ ഈ പായൽ ശേഖരിച്ച് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, മറ്റ് പ്രത്യേകിച്ച് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, കൽക്കട്ടയിലൊക്കെ അത് വസ്ത്ര വ്യവസായത്തിനും കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ കുടുംബശ്രീകളും മറ്റ് പ്രാദേശിക ഭരണസ്ഥാപനങ്ങളെയും ഒക്കെ സംയോജിപ്പിച്ച്, അതുപോലെ തന്നെ കുളവാഴ കൊണ്ട് വളം ഉണ്ടാക്കാനായിട്ട് പറ്റും. കമ്പോസ്റ്റ് വളം, ഒന്ന് കമ്പോസ്റ്റ് വളം, അതിൻ്റെ ഫൈബർ എടുക്കുക, കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കുക, പേപ്പർ ഉണ്ടാക്കുക. അങ്ങനെ വിവിധ തരത്തിൽ ഇതിനെ മാറ്റുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. വേമ്പനാട് കായലിൻ്റെ തീരത്ത് വളരെയധികം സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട്. സംസ്കരണത്തിനുള്ള ഫാക്ടറികൾ ഉണ്ടാക്കുക, കുടുംബശ്രീ അതുപോലുള്ള സംഘടനകളെ യോജിപ്പിച്ച് ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുവാനും അതിനെ സംയോജിപ്പിച്ച് ഒരു കർമ്മ പരിപാടികൾക്ക് നേതൃത്വം നൽകുവാനും ഈ 2 NGOകൾ നിരന്തരമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് കുറവലങ്ങാടാണ്. റൂറൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ രജിസ്റ്റർ നമ്പർ K22/80, കുറവലങ്ങാട് 686633, കോട്ടയം ഡിസ്ട്രിക്ട്, കേരള. ഫോൺ നമ്പർ 9447 44344, 9446314434.